Hello guys, welcome back to my channel. This is Craft with Diva. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എൻ്റെ അടുത്ത ലോങ് വീഡിയോയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ നിങ്ങളിൽ കുറേ പേരും പേർപ്പിൾ ജേർണൽ സെറ്റ് അൺബോക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ ജേർണൽ സെറ്റ് നിങ്ങൾ മിക്കവരും വേറെ കുറേ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടില്ലാന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, ഒന്നും കൂടി കണ്ടോ. ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ജേർണലിലുള്ള ബുക്കാണുള്ളത്. പിന്നെ ഇത് പേർപ്പിൾ ജേർണൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം പേർപ്പിൾ ആണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ കവർ പേജ് മൂൺലൈറ്റ്, മിൽക്കി വേ, ഗാലക്സി അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരു കവർ പേജാണ്. ഇതിൻ്റെ അകത്ത് ഗ്രിഡ് ലൈൻസിൻ്റെ പേജസ് ആണ് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള പേജസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കവർ പേജ് റിമൂവബിൾ ആണ്. എനിക്ക് കുറച്ചും കൂടി ഇതിൻ്റെ കവർ പേജ് മാറ്റിയിട്ടാണ് ഇഷ്ടപ്പെട്ടത്. കവർ പേജ് മാറ്റിയ ഇതൊരു പേർപ്പിൾ വയലറ്റ് അങ്ങനെ ഒരു കളറിൽ വന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോൾ കോട്ടഡ് പേപ്പർ കാർഡ്സും ഫ്രെയിംസും ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അതെന്തോ 3 ഫ്രെയിംസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം കോട്ടഡ് പേപ്പർ കാർഡ്സ് ആയിരുന്നു. ആദ്യം കാണിച്ച ഈ 2 ഫ്രെയിംസ് ആയിരുന്നു. പിന്നെ ഒരു ഫ്രെയിമും കൂടി ഉണ്ട്, എൻ്റെ അകത്ത് ഹാവ് എ ഗുഡ് ടൈം അങ്ങനെ എന്തോ എഴുതിയിട്ടുള്ള ഒരു ഫ്രെയിമായിരുന്നു. അടുത്തത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമോ പാഡ്സ് ആണ്. അത് 3 ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യം കാണിച്ചിരിക്കുന്ന മെമോ പാഡാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണം. അടുത്തെന്ന് പറയുമ്പോൾ സ്റ്റാമ്പ്സ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതൊരു സ്റ്റിക്കർ പോലെയായിരുന്നു. പുറകിലത്തെ പേപ്പർ പൊളിച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കും. അങ്ങനത്തെ സ്റ്റാമ്പ്സ് ആണ്. എല്ലാം ക്ലൗഡ്, മൂൺ അങ്ങനത്തെ ഒരു തീംഡാണ് എല്ലാം. പിന്നെ കഫേ തീം കുറച്ചും കൂടി ഉണ്ട്. അടുത്തത് വാഷി ടേപ്സ് ആണ്. എൻ്റെ അത് 2 വാഷി ടേപ്പ് വന്നിട്ടുണ്ട്. ആദ്യത്തെ എന്തോ മൂണിൻ്റെ പിക്ചർ വന്നിട്ട് എന്തോ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഉള്ള വാഷി ടേപ്പ് ആയിരുന്നു. അടുത്തൊരു പ്ലെയിൻ വാഷി ടേപ്പാണ്, റൈറ്റിങ്സ് ഡിസൈൻ ഒന്നുമില്ല. അടുത്തത് 2 എൻവലപ്സ് ആണ്. അതൊരു ഏഞ്ചലിൻ്റെ എന്തോ ഒരു പിക്ചർ കൊടുത്തിട്ട് നൈസ് ലൈഫ് എന്ന് എഴുതിയിട്ടുള്ള. പിന്നെ അടുത്തത് ലെറ്റർ ഫോർ യു എന്ന് എഴുതിയിട്ടുള്ളത്. അടുത്തത് ഫോൾഡിങ് ലേബിൾസ് ആണ്. ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്ത് ഒട്ടിക്കണ ടൈപ്പാണ്. ഇത് എന്താ, ഒരു ഷീറ്റിൽ ഒരു തീം, അടുത്ത ഷീറ്റിൽ വേറെ തീം, അങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണ്. ഇതിനകത്ത് ചിലതിലൊക്കെ മിക്കതിലും റൈറ്റിങ്സ് ഉണ്ട്. ഇതിൻ്റെ പേപ്പർ ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പേഴ്സാണ് ഇതെല്ലാം.
അടുത്തത് ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത് സ്റ്റിക്കർ ഷീറ്റ്സ് ആണ്. ആദ്യത്തെ ഇങ്ങനെ വാഷി ടൈപ്പ് നമ്മൾ കീരെടുക്കില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പിൽ വന്ന സ്റ്റിക്കേഴ്സ് ആണ്. അടുത്തത് പറ്റിങ്ങനെ കുറച്ച് കോഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതുപോലത്തെയാണ് ഇതെല്ലാം. എന്നിട്ട് കുറച്ച് പ്ലെയിൻ കളേഴ്സ് വന്ന സ്റ്റിക്കേഴ്സ്. പിന്നെ ഇത് അടുത്തത് മൂണിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ആണ്. പിന്നെ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം, അതുപോലത്തെ ഡിസൈനിൻ്റെ സ്റ്റിക്കേഴ്സ്. പിന്നെ അടുത്ത സർക്കിൾ പ്ലെയിൻ കളേഴ്സ് വന്ന സ്റ്റിക്കേഴ്സ്. പിന്നെ ഇതെന്തോ റൈറ്റിങ്സ് ഒക്കെ വന്ന സ്റ്റിക്കേഴ്സ് ആണ്. പിന്നെ ഇത് കുറേ റാൻഡം ഷേപ്സ് വരുന്ന സ്റ്റിക്കേഴ്സ്. അടുത്തത് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. ഇതിനകത്ത് 2 പാറ്റേൺ പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ല കട്ടി ഉണ്ടായിരുന്നു. അതിങ്ങനെ കുറേ ഗ്രിഡ് ലൈൻസ് തന്നെ. പിന്നെ ഈ 2 പാറ്റേൺ പേപ്പേഴ്സാണ് ഞാൻ പറഞ്ഞത്. പ്ലെയിൻ പാറ്റേൺ പേപ്പേഴ്സ് ഇല്ലേ, ഇത് 2നും കട്ടിയില്ലായിരുന്നു, ബാക്കി എല്ലാത്തിനും നല്ല കട്ടി ഉണ്ടായിരുന്നു. അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഐറ്റം ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണ്. പിന്നെ ഇതെന്താ, നമ്മൾ മിനി ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയതാണ്. പിന്നെ ജേണലിങ്ങിനും അത് തന്നെ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഈ ജേണൽ സെറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. അപ്പോൾ ബൈ.